ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പം നമ്മൾ ഇന്ന് ബയോളജിയിൽ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ നമുക്ക് ഒത്തിരി സിസ്റ്റംസ് പഠിക്കാനുണ്ട്. അപ്പം ആ സിസ്റ്റത്തിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നോക്കിയേ, എന്താണ് ഡൈജഷൻ എന്ന് പറയുന്നത്? ഡൈജഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് ഉള്ളിലോട്ട് എടുക്കും. ആ ഫുഡെന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് ആണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിന് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിക്ക് എങ്ങനെയാണോ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലോട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറുതാക്കും. അപ്പം അത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ കഴിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡിനെ നമ്മൾ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫോമിലോട്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൈജഷൻ എന്ന് പറയുന്നത്. ഈ ഡൈജഷന് വേണ്ടി ഒത്തിരി എൻസൈംസും കാര്യങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട്, ഗ്ലാൻഡുകൾ സഹായിക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുള്ള അലിമെൻ്ററി കനാലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, ഈസോഫാഗസ്, അങ്ങനെ ഈ പാർട്സിനെയൊക്കെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതുപോലെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് ഗ്ലാൻഡ്സ് ഉണ്ട്. ഗ്ലാൻഡ്സ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. അപ്പം ഇന്ന് നമ്മൾ മെയിനായിട്ട് അലിമെൻ്ററി കനാലാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ്. എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ അലിമെൻ്ററി കനാലും, പിന്നെ കുറച്ച് സെക്രീഷൻസ് നടത്തണമല്ലോ ഡൈജഷൻ നടക്കാൻ വേണ്ടി, അതിന് വേണ്ടി കുറച്ച് ഗ്ലാൻഡ്സുകളുമാണ് ഉള്ളത്. ഈ അലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഈ പിക്ചർ കാണാമല്ലോ. അലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഏനസ് വരെ ഉള്ള ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത്. അലിമെൻ്ററി കനാൽ ഇൻ ഹ്യൂമൻ ബീങ്സ് ഈസ് എ ലോങ് ട്യൂബ്. എത്രയാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏകദേശം എത്രയെന്ന് ചോദിച്ചാൽ 8 തൊട്ട് 10 മീറ്ററാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി കറക്റ്റ് ലെങ്ത് ആണ് എടുത്ത് ചോദിച്ചേക്കുന്നതെങ്കിൽ എത്രയാണ്? 9 മീറ്ററാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഇത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ആൻറ്റീരിയർ ഓപ്പണിംഗ് ആയിട്ടുള്ള മൗത്തിൽ നിന്നും തുടങ്ങി അവസാനിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഏനസിൽ വന്നിട്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ അലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൗത്ത് തൊട്ട് ഏനസ് വരെ ഉള്ളതാണ് അലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത്. അലിമെൻ്ററി കനാലിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പാർട്സ് നമുക്ക് പഠിക്കാനുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? ഇനി അലിമെൻ്ററി കനാലിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 9 മീറ്ററാണ് ലെങ്ത് വരുന്നത്. ഇനി ഏകദേശം എത്ര എന്ന് ചോദിച്ചാൽ 8നും 10നും ഇടയിൽ 8 to 10 മീറ്റേഴ്സാണ് ലെങ്ത് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇനി അലിമെൻ്ററി കനാലിലെ ഓരോ ആൾക്കാരെ പഠിക്കാൻ പോവുകയാണ്. നോക്കിയേ, അലിമെൻ്ററി കനാൽ നമ്മൾ പറഞ്ഞു മൗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൗത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ബക്കൽ ക്യാവിറ്റി എന്ന് പറയുമ്പം എന്തൊക്കെയാണ് വരുന്നത്? ബക്കൽ ക്യാവിറ്റി എന്ന് പറയുമ്പം നമ്മുടെ ലിപ്സ് വരും, നമ്മുടെ ചീക്ക് വരും, പിന്നെ നമ്മുടെ ഉള്ളിൽ വരുന്ന ടീത്ത് വരും, പിന്നെ ടങ്ക് വരും, കുറച്ച് സലൈവറി ഗ്ലാൻസുമാണ് വരുന്നത്. ഈ സലൈവറി ഗ്ലാൻസ് നമ്മൾ പിന്നെ നോക്കും, അടുത്ത ക്ലാസ്സിലായിട്ട് നോക്കും. ഇപ്പോൾ നമ്മൾ സ്ട്രക്ചേഴ്സാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ബക്കൽ ക്യാവിറ്റിയാണ്. നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കിയേ. ഓക്കെ, ഇവിടെ ഇത്രയായിട്ടാണ് എന്ത് വരുന്നത്? ബക്കൽ ക്യാവിറ്റി വരുന്നത്, അല്ലെങ്കിൽ മൗത്ത്. ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഓറൽ ക്യാവിറ്റി എന്നുണ്ട്. മൗത്ത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്? നമ്മുടെ ഈ ഒരു ഓപ്പണിങ്ങിനെയാണ് മൗത്ത് എന്ന് പറയുന്നത്. ഇവിടെ മൊത്തത്തിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. മൗത്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് പാർട്ടാണുള്ളത്? ഫാരിങ്സ് ആണുള്ളത്. ഫാരിങ്സ് എന്ന് പറയുന്നൊരു കോമൺ പാസേജ് ആണ്, അത് നമ്മളിനി പറയും. പിന്നെ ഈ ട്യൂബ് പോലെ ഇരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈസോഫാഗസ്, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് പോകുന്ന ഫുഡ് പൈപ്പ് എന്ന് പറയും. പിന്നെ ഈ ഫുഡ് ചെന്ന് എത്തുന്ന എവിടെയാണ്? നമ്മുടെ സ്റ്റൊമക്കിലാണ്. അപ്പോൾ സ്റ്റൊമക്കാണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത്, സ്റ്റൊമക്ക്. ഇനി സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് ഇത് നോക്കിയേ, ഒരു സി ഷേപ്പിന് കണ്ടോ? ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ തുടങ്ങുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഡിയോഡിനം, ജിജിനം,
ഇലിയം എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഇത്ര എന്താണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. പിന്നെ നോക്കിയേ ഇതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. കാണാവോ? ഇതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. സീക്കം, കോളം, റെക്റ്റം എന്ന് പറഞ്ഞിട്ട് 3 പാർട്ടാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉള്ളത്. അവസാനം ഓപ്പണിംഗ് ഏനസ്. ഇത് ഇത്രയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിലെ ആദ്യത്തെ ആളായ ബക്കൽ ക്യാവിറ്റിയാണ് നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയേ ബക്കൽ ക്യാവിറ്റി. അപ്പോൾ ബക്കൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ ലിപ്സ് വരും, ചീക്ക് വരും, അതുപോലെ അതിൻ്റെ ഉള്ളിലായിട്ട് ടീത്ത് ഉണ്ട്, ടങ്ക് ഉണ്ട്, സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. സലൈവറി ഗ്ലാൻഡ്സ് നമ്മൾ പിന്നെ പഠിക്കും. ഇനി നോക്കിയേ നമ്മൾ വാ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുവാണ് ഈ ഉൾഭാഗം നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാൻ പറ്റും. നോക്കിയേ ഈ ഒരു ഭാഗം കണ്ടോ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാലറ്റ് എന്ന് പറയുന്നത്. അപ്പർ പോർഷൻ ഓഫ് ബക്കൽ ക്യാവിറ്റി പാലറ്റ് എന്ന് പറയും. ഈ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ളതാണ്. നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അത് ഹാഡ് പാലറ്റും കുറച്ച് ഉള്ളിലോട്ട് എന്താണ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അതിന് സോഫ്റ്റ് പാലറ്റും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അപ്പർ ജോ ഉണ്ട്, ലോവർ ജോ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൽ 2 സെറ്റ് പല്ലുകളുണ്ട്. മുകളിൽ ഒരു സെറ്റ് പല്ല്, താഴെ ഒരു സെറ്റ് പല്ല്. അതാണ് അപ്പർ ആൻഡ് ലോവർ ജോസ് ഓഫ് ബക്കൽ ക്യാവിറ്റി കൺസിസ്റ്റ് ഓഫ് 2 സെപ്പറേറ്റ് സീക്വൻസ് ഓഫ് ടീത്ത് ആണുള്ളത്. നിങ്ങൾക്ക് പടം കാണാം. അതാണ്ട് അപ്പർ ജോ, ഇതെന്തുവാണ്? ലോവർ ജോ ആണ് വരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൈജഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ബക്കൽ ക്യാവിറ്റി തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡൈജഷൻ തുടങ്ങുന്നുണ്ട്. അല്ലാതെ ഫുഡ് അങ്ങ് സ്റ്റൊമക്കിൽ ചെന്നിട്ട് സ്റ്റൊമക്ക് നല്ല എന്ത് ചെയ്യുന്നത്? ഡൈജഷൻ തുടങ്ങുന്നത്. നമ്മുടെ ഈ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഫുഡ് അങ്ങോട്ട് നമ്മൾ എടുക്കുന്ന ഈ ബക്കൽ ക്യാവിറ്റി തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ബക്കൽ ക്യാവിറ്റിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് ഇത്ര ബക്കൽ ക്യാവിറ്റിയിൽ. ഇനി നമുക്ക് ടീത്ത്, ടങ്ക് ഒക്കെ പഠിക്കാനുണ്ട്. നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് പോവാം. ഓക്കെ, ടീത്ത്. ഈ പിക്ചർ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ടീത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ജോയിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ജോ ബോണിൽ സോക്കറ്റിൽ എന്ത് ചെയ്താണ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ടീത്ത് എന്ന് പറയുന്നത്. ഇനി ഒരു പല്ല് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ക്രൗൺ എന്ന് പറയുന്നത് എന്താണ്? അപ്പർ പോർഷനാണ്, അല്ലെങ്കിൽ അപ്പർ പാർട്ടിനെയാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത്. പിന്നെ നടുക്കൊരു ഭാഗമുണ്ട്, മിഡിൽ പാർട്ട്, അതെന്താണ്? നെക്ക് എന്ന് പറയും. പിന്നെ ഒരു ലോവർ പാർട്ടുമാണ് ഉള്ളത്, അതിനെ പറയുന്നത് എന്തുവാണ്? റൂട്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ അറിയാം എന്താണ് ഈ അപ്പർ പോർഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രൗൺ എന്ന് പറയുന്നത്. ഇനി ഈ നടുക്ക് പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നെക്ക് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ദാണ്ട് ഈ ജോയിൻ ചെയ്യുന്ന ഈ സ്ഥലം നമ്മൾ ഗം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, മോണ, ഗമ്മ്. ഇനി ഇതിന് താഴോട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 പോർഷനാണ് ആർക്കുള്ളത്? ഒരു പല്ല് എടുത്തു കഴിഞ്ഞാൽ ഈ 3 പോർഷൻസാണ് ഉള്ളത്. ക്രൗണും നെക്കും റൂട്ടും ആണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി പല്ലിൻ്റെ നമ്മൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയേ. പല്ലിൻ്റെ ഏറ്റവും ഔട്ടർ ലെയറിലായിട്ട് കുറച്ച് തിളങ്ങുന്ന നല്ല കട്ടിയുള്ളൊരു സബ്സ്റ്റൻസ് ഉണ്ട്. നമ്മളെ ബോഡിയിൽ ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എന്താണ്? ഇനാമലാണ്. ഇനാമൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഇനി ഈ ഇനാമൽ എന്തുകൊണ്ടിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? കാൽഷ്യം ഫോസ്ഫേറ്റ് വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. കാൽഷ്യം ഫോസ്ഫേറ്റ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോട്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ ഔട്ടറിൽ ഷൈൻ ചെയ്യുന്ന ഏറ്റവും കട്ടിയുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കട്ടിയുള്ള സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഇനാമലാണ്. ഇനാമൽ എന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത് ചോദിച്ചാൽ കാൽഷ്യം ഫോസ്ഫേറ്റ് വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. ഇനി ഇനാമലിൻ്റെ താഴെ നോക്കിയേ, ഇതെന്ന് പറയുന്നത് ഡെൻഡൈൻ ആണ്. ഡെൻഡൈൻ എന്ന് പറയുന്ന ഐവറി ആയിട്ടുള്ള കുറച്ച് കട്ടിയുള്ള സബ്സ്റ്റൻസ് തന്നെയാണ്. ഈ ഡെൻഡൈൻ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ടീത്തിൽ ഏറ്റവും ലാർജസ്റ്റ് ടിഷ്യൂ എന്ന് പറയുന്നത് ഏതാണ്? ലാർജസ്റ്റ് ടിഷ്യൂ ഓഫ് ടീത്ത്. ടീത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പല്ലെടുത്തു കഴിഞ്ഞാൽ പല്ലിൽ ഏകദേശം ലാർജസ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ എന്ന് പറയുന്ന ആരെയാണ്? ഈ ഡെൻഡൈനെയാണ് പറയുന്നത്. ഇനി അതിന് താഴെയായിട്ട് നോക്കിയേ പൾപ്പിനെ പറ്റി നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കാരണം ബ്ലഡ് വെസൽസ് കാണപ്പെടുന്നത് എവിടെയാണ്? പൾപ്പിൽ മാത്രമാണ്. വേറെ ഒരു ഭാഗം എടുത്താൽ ഇവിടെ ഒന്നും ബ്ലഡ് വെസലും ഒന്നുമില്ല. പൾപ്പിൽ മാത്രമാണ് ബ്ലഡ് വെസൽ ഉള്ളത്. ബ്ലഡ് വെസൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ ആർട്ടറി, കാപ്പിലറി, വെയിന് അങ്ങനെയുള്ള ട്യൂബുകളൊക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ
ബ്ലഡ് വെസലുള്ള ഒരേ ഒരു പാർട്ട്, പല്ലിൻ്റെ ഒരേ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ പൾപ്പ് ഭാഗമാണ്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ എന്തുവാണ്, ഈ ലോവസ്റ്റ് പോർഷൻ്റെ ഔട്ടർ ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിമെൻറ്റം എന്ന് പറയുന്നത്. സെമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഈ പുറം ഭാഗം നമ്മൾ കാണുന്നുണ്ടല്ലോ, അതല്ലാതെ ഈ റൂട്ട് ഭാഗത്ത് കാണുന്ന ഔട്ടർ ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിമെൻറ്റ്. നിങ്ങൾക്ക് അറിയാമല്ലോ, അടിത്തറ. അപ്പോൾ സിമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ടീത്തുമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഇനി പലതരത്തിലുള്ള ടീത്ത്സ് ഉണ്ട്. ആ ടീത്ത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഹ്യൂമൻ ബോഡി നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാം. നമുക്ക് എത്ര പല്ലാണുള്ളത് ഹ്യൂമൻ ബീങ്സിന് 32 പല്ലാണുള്ളത്. ഓരോ ജോയിൽ 16 പല്ല് വെച്ചിട്ടാണ് ഉള്ളത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും ജസ്റ്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അറേഞ്ച്മെൻറ്റ് ഓഫ് ദിസ് ടീത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 4 തരത്തിലുള്ള 4 ടൈപ്സ് ഓഫ് ടീത്താണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്, ഹെറ്ററോഡോണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ പല്ലിനെ പറയുന്നത്. കാരണം എല്ലാം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരു ഷേപ്പിലല്ല, ഡിഫറെൻറ്റ് ഷേപ്പിലായതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹെറ്ററോഡോൺ ടീത്ത് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു ഏജ് കഴിയുമ്പം നമ്മുടെ കുറച്ച് പല്ല് പൊഴിഞ്ഞു പോയിട്ടാണ് പുതിയ പല്ല് വരുന്നത്. ആ പോകുന്ന പല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെമ്പററി ടീത്ത് എന്ന് പറയുന്നത്. ടെമ്പററി ടീത്ത് അല്ലെങ്കിൽ ഡെസിഡ്യൂസ് ടീത്ത് എന്ന് പറയും. അപ്പം അത് നിങ്ങൾ ഓർത്തിരിക്കുക. എത്ര പല്ലാണ് അതുപോലെ നമുക്ക് പൊഴിഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ 20 പല്ലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടെമ്പററി ടീത്ത് അല്ലെങ്കിൽ ഡെസിഡ്യൂസ് ടീത്തായിട്ട് ഉള്ളത്. ഓക്കെ ആണോ? അപ്പം ടെമ്പററി ടീത്ത് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്, 20 ടീത്താണ്. അത് പോയിട്ട് പുതിയ പല്ല് വരുവാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ 4 ടൈപ്പ് ഓഫ് ടീത്താണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്, ഇൻസിസർ, കനൈന്, പ്രീമൊളാറ്, മൊളാർ. ഇത് എനിക്ക് 4 പല്ലുകളാണുള്ളത്. നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിയാൽ അറിയാൻ പറ്റും. നോക്കിയേ, ഇത് ലോവർ ആയിട്ടുള്ള ഒരു ജോയിൽ ഒരു സെറ്റ് പല്ലാണ് കാണിച്ചിരിക്കുന്നത്. ഇൻസിസർ നമുക്ക് എത്ര എണ്ണം ഉണ്ട്, ഇൻസിസർ നമുക്ക് 4 എണ്ണം ഉണ്ട്. ഇവിടെ കൊടുത്തേക്കുന്ന എണ്ണം എന്ന് പറഞ്ഞാൽ താഴത്തെ ഒരു സെറ്റ് എടുക്കുക, അല്ലെങ്കിൽ മുകളിലത്തെ ഏതെങ്കിലും ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹാഫിൽ എത്രയുണ്ട് എന്ന് വെച്ചാൽ താഴത്തെ ജോ എടുത്താൽ അതിൻ്റെ ഒരു ഹാഫാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ഇൻസിസർ ഉണ്ട്, 2 ഇൻസിസേഴ്സാണ് ഉള്ളത്. ഇത് നോക്കിയേ, ഇതൊരു ഇൻസിസർ. അങ്ങനെ 2 ഇൻസിസർ ആണ് ഒരു ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ളത്. 2 ഇൻസിസർ, ഒരു കെനൈന്, നോക്കിയേ 2 പ്രീമൊളാർസ്, 3 മൊളാറുകൾ. ഓക്കെ ആണോ? അപ്പം ഈ 3 മൊളാർ ഇവിടെ ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട്. അപ്പം 6 മൊളാർ. മൊത്തത്തിൽ ഇനി അപ്പറും കൂടെ എടുക്കാൻ നേരത്തെ എത്ര വരും, 12 മൊളാർ നമുക്കുണ്ട്. അതുപോലെ പ്രീമൊളാർ നോക്കി, ഇവിടെ 2 പ്രീമൊളാർ. അങ്ങനെയാണെങ്കിൽ അപ്പറിൻ്റെ കൂടെ എടുക്കാൻ നേരത്ത് 8 പ്രീമൊളാർ നമുക്കുണ്ട്. ഇനി കെനൈൻ നോക്കിയേ, ഇവിടെ ഒരു കെനൈനുണ്ട്, ഇവിടെ ഒരു കെനൈനുണ്ട്. അപ്പം താഴെ 2 കെനൈൻ, അപ്പർ ജോ എടുത്താൽ വീണ്ടും 2 കെനൈൻ. അപ്പം 4 കെനൈനാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഇൻസിസേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടെ 2 ഇൻസിസർ, ഈ അപ്പുറത്തെ ഹാഫ് എടുത്താൽ വീണ്ടും 2 ഇൻസിസർ. ഇനി മോൾ ഭാഗം എടുത്തു കഴിഞ്ഞാലോ, ഇവിടുത്തെ 4ഉം മുകളിലെ 4ഉം കൂടെ ചേർത്തിട്ട് 8 ഇൻസിസറാണ് നമുക്കുള്ളത്. 8 ഇൻസിസേഴ്സാണ് ഉള്ളത്. മൊത്തത്തിൽ 32 പല്ല്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയാണുള്ളത്. ഇനി നോക്കിയേ, ഈ മൊളാറിൽ നമുക്ക് 3 മൊളാറാണ് ഉള്ളത്. അതിൽ ലാസ്റ്റ് മൊളാറിനെ നമ്മൾ വിസ്ഡം ടീത്ത് എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ആയിട്ടിരിക്കുന്ന മൊളാറിനെ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്, വിസ്ഡം ടീത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ടീത്തിനെ പറ്റി ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്കറിയാം, നമ്മുടെ പല്ല് ഇടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, പോട് പോലെ വന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ കുഴിഞ്ഞിട്ട് പല്ല് നശിച്ചു പോകാറുണ്ട്. അത് എന്തുകൊണ്ടിട്ടാണ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, പ്രോട്ടോസോവൻ ആണോ, എന്തുകൊണ്ടിട്ടാണ് ടീത്ത് ഡീക്കേ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ടൂത്ത് ഡീക്കേ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്, ബാക്ടീരിയ ആണ്. അതുപോലെ നമ്മുടെ pH ആ സമയത്ത് എത്രയായി മാറും,
5.5 ലോ ആവുകയാണ് ചെയ്യുന്നത് നമ്മുടെ pH എന്ന് പറയുന്നത്. നോർമൽ ഒരു 6.7 അപ്പം അതിൽ എന്താണ് 5.5 ആകുമ്പോൾ ടൂത്ത് ഡീക്കേ സ്റ്റാർട്ട് ചെയ്യും. ഇനി ടൂത്ത് ഡീക്കേ ആവുന്ന ആ ഒരു പോഡ് പോലെ നിങ്ങൾ കാണുന്ന അതിനെ പറയുന്നത് ഡെൻ്റൽ കാരിയേഴ്സ് അല്ലെങ്കിൽ ക്യാവിറ്റീസ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടൂത്ത് പേസ്റ്റിൽ എന്ത് ഉള്ളത്? ഫ്ലൂറിൻ ഉള്ളത്. ഫ്ലൂറൈഡ് ഉള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ടീത്ത് ടീത്ത് ഡീക്കേയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ടൂത്ത് പേസ്റ്റിൽ ഫ്ലൂറൈഡ് കണ്ടൻറ്റൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം. ടങ്ക്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബക്കൽ ക്യാവിറ്റിയാണ്. ബക്കൽ ക്യാവിറ്റിയിലുള്ളിലുള്ള കുറച്ച് ആൾക്കാരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ടങ്കാണ്. ടങ്ക് എന്ന് പറയുന്ന ഒരു മസ്കുലാർ ഓർഗൻ ആണെന്ന് നിങ്ങൾക്കറിയാം. ഇനി എന്തുവാണ്? ഇത് കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ബക്കൽ ക്യാവിറ്റിയിൽ. ഇനി ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചതാണ്, ഒരു ഹ്യൂമൻ ടങ്ക് എടുത്തു കഴിഞ്ഞാൽ എത്ര ടേസ്റ്റ് ബഡ്സ് ഉണ്ടെന്ന്. 2000 മുതൽ 8000 ടേസ്റ്റ് ബഡുകൾ എന്തുണ്ട്? നമ്മുടെ ഹ്യൂമൻ ടങ്കിലുണ്ട്. ഇനി നോക്കിയേ, നമ്മൾ ടങ്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഉൾഭാഗം പോസ്റ്റീരിയർ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കയ്പ്പ് അനുഭവപ്പെടും. പോസ്റ്റീരിയർ നമുക്ക് കയ്പ്പ് അറിയാൻ പറ്റുന്നത് എന്താണ്? ഈ ഉൾഭാഗമാണ്. ഇനി അതേപോലെ ആൻറ്റീരിയർ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് മധുരം അറിയാൻ പറ്റുന്നത്, സ്വീറ്റ്നെസ് അറിയാൻ പറ്റുന്നത്. അതേപോലെ സൈഡ് ഭാഗങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പുളിപ്പും അതേപോലെ ഉപ്പൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടിട്ടാണ്? ഈ സൈഡ് വശങ്ങൾ വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഈ ടേസ്റ്റുകൾ സെൻസ് ചെയ്യാൻ പറ്റുന്ന ആ പ്രോസസ്സിനെയാണ് എന്തുവാന്ന് പറയുന്നത്? ഗസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഗസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഗസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമുക്ക് ടേസ്റ്റ് സെൻസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ആ സെൻസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇത് ഇത്രയും ഓക്കെ ആണോ? എത്ര ടേസ്റ്റ് ബഡ്സ് ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക, കാരണം ചോദിച്ചിട്ടുണ്ട്. മസ്കുലാർ ഓർഗൻ ആണ്. പിന്നെ നമ്മുടെ ടങ്ക് വെച്ചിട്ട് എന്തൊക്കെയാണ് സെൻസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും ലാർജസ്റ്റ് ടങ്ക് ഉള്ളത് ആർക്കാണ്? നിങ്ങൾക്കറിയാം, ബ്ലൂ വെയിലാണ് ഏറ്റവും ലാർജസ്റ്റ് ടങ്ക് ഉള്ളത്. ബ്ലൂ വെയിൽ ഏകദേശം 2700 കിലോ വരും എന്തെന്ന് പറയുന്നത് ബ്ലൂ വെയിലിൻ്റെ ടങ്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇത് ഇത്രയും ഓക്കെ ആണോ? അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഫാരിങ്സ്. ഫാരിങ്സ് എന്ന് പറയുന്നത് എന്തുവാണ്? ഫസ്റ്റ് പടം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ കണ്ടോ? ഇത് കോമൺ പാസേജ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതുവഴി എന്ത് വരും? നമ്മുടെ ഫുഡ് വരും. അതുപോലെ ഇതെന്ന് പറയുന്നത് നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ട്രക്കിയ ആണ്, അല്ലെങ്കിൽ നമ്മുടെ വിൻഡ് പൈപ്പ് എന്ന് പറയും. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ പാസേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാരിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം ഈ കോമൺ പാസേജിനെയാണ് നമ്മൾ ഫാരിങ്സ് എന്ന് പറയുന്നത്. ഫാരിങ്സിലോട്ട് പോവാം. ഓക്കെ, ഫാരിങ്സ് എന്ന് പറയുന്നത്, ഫാരിങ്സ് ലെങ്ത് ഏകദേശം 12 സെൻറ്റിമീറ്റർ ആണ്. ഇനി കോമൺ പാസേജ് ഫോർ ബോത്ത് എയർ ആൻഡ് ഫുഡ് ആൻഡ് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ബോത്ത് ഈസോഫാഗസും അതേപോലെ ട്രക്കിയ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ആ ഫുഡ് ഇതിലോട്ട് കയറാൻ പാടില്ല, ട്രക്കിയയിലോട്ട് കയറാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രക്കിയ ഒരു ചെറിയ കാർട്ടിലേജിയസ് ആയിട്ടൊരു ഫ്ലാപ്പ് വെച്ചിട്ട് അടഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഫുഡ് കഴിക്കാൻ നേരത്ത് അത് ജസ്റ്റ് ഒന്ന് അടയും, പോകുമ്പോൾ അത് തുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അടയും തുറക്കുകയും ചെയ്യുന്ന ആ ഒരു കാർട്ടിലേജിയസ് ഫ്ലാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് നോട്ട് ചെയ്യുക. അടുത്തത് ഈസോഫാഗസ് ആണ്. ഈസോഫാഗസ് നോക്കി, ഈ ഒരു പോർഷനാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. എന്നു പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? 23 to 27 സെൻറ്റിമീറ്റർ ലോങ് ആണ്. അതേപോലെ ഇതിന് ഫുഡ് ട്യൂബ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പ് എന്ന് നമ്മൾ പറയും. ഇനി ഫാരിങ്സിൽ നിന്നുമുള്ള ഫുഡ്, ഇവിടെയാണ് ഫാരിങ്സിൽ നിന്നുള്ള ഫുഡ് സ്റ്റൊമക്കിൽ കൊണ്ട് എത്തിക്കുന്നത് ആരാണ്? ഈസോഫാഗസ് ആണ്. ഇനി ഇത് എവിടെയാണ് ചെന്ന് ഓപ്പൺ ചെയ്യുന്നത്? ഈ സ്റ്റൊമക്കിൽ നിന്നിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്.
ഇവിടുത്തെ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് ഗള്ളറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഫുഡ് ഇങ്ങോട്ട് പോവാൻ വേണ്ടി, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു മസ്കുലാർ സ്പിഞ്ചറുണ്ട്. അത് കോൺട്രാക്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഫുഡ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം ആ സ്പിഞ്ചറിനെയാണ് നമ്മുടെ മസ്കുലാർ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിഞ്ചർ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഫുഡ് വരാൻ വേണ്ടി കൺട്രോൾ ചെയ്യുന്ന അവിടെ ഒരു മസ്കുലാർ സ്പിഞ്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മസ്കുലാർ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇവിടുത്തെ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഗള്ളറ്റ് എന്ന് പറയുന്നത്. ഇത് ഇത്രയും ഓക്കെ ആണോ? ഇതിനെ നമ്മൾ ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഫുഡ് ട്യൂബ് എന്നാണ് പറയുന്നത് ഈസോഫാഗസിന്. ഓക്കെ, അടുത്തത് സ്റ്റൊമക്ക്. സ്റ്റൊമക്ക് നോക്കി, ഏകദേശം നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വീതിയുള്ള കുറച്ച് ഡൈലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻ എന്ന് പറയുന്ന ആര് മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്റ്റൊമക്ക് മാത്രമേ ഉള്ളൂ. വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൈലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് വീതിയുള്ള ഒരു ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റൊമക്ക് മാത്രമേ ഉള്ളൂ. ഈ സ്റ്റൊമക്ക് എന്ത് ഷേപ്പാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരു ജെ ഷേപ്പാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിനുള്ളത്. ഇനി സ്റ്റൊമക്കിന് 3 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? കാർഡിയാക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഈസോഫാഗസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈസോഫാഗസ് വന്ന് ഓപ്പൺ ആവുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാർഡിയാക്ക് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റൊമക്കിൻ്റെ ഒരു മോൾ ഭാഗത്തിനെയാണ് നമ്മൾ ഫണ്ടിക് അല്ലെങ്കിൽ ഫണ്ടസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൈലോറിക് അല്ലെങ്കിൽ പൈലോറസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി സ്റ്റൊമക്കിൻ്റെ ഉൾഭാഗം എടുത്തു കഴിഞ്ഞാൽ കുറേ ഫോൾഡ് പോലെ ഉണ്ട്. അതിനെയാണ് നമ്മൾ റൂഹേ എന്ന് പറയുന്നത്. റൂഹേ എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റൊമക്ക് വന്നിട്ട് ഓപ്പൺ ആവുന്ന ആരെടുത്താണ്, സ്റ്റൊമക്ക് കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഡിയോഡിനം ആണ്. ആ ഡിയോഡിനത്തിൽ വന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റൊമക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഡിയോഡിനത്തിൽ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്തും ഒരു സ്പിഞ്ചറുണ്ട്. ആ സ്പിഞ്ചറിനെ പറയുന്നത് എന്താണ്, പൈലോറിക് വന്നിട്ടല്ലേ പിന്നെ എന്ത് ചെയ്യുന്ന ഇൻറ്റസ്റ്റൈനിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്ന. അപ്പം എന്താണ്, പൈലോറിക് സ്പിഞ്ചറാണ് ഇവിടെ ഉള്ളത്. ഫുഡ് ഇനി ഇൻറ്റസ്റ്റൈനിലോട്ട് പോകാൻ വേണ്ടി ഇവിടെ ഉള്ള സ്പിഞ്ചർ ഏതാണ്, പൈലോറിക് സ്പിഞ്ചറാണ്. അപ്പോൾ ഈ 3 പോർഷൻസ് ഓർത്തിരിക്കുക. ഇത് വൈഡ് ആയിട്ടുള്ള ഓർഗനാണെന്ന് ഓർത്തിരിക്കുക. ഇത് ജെ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഓർഗനാണെന്ന് ഓർത്തിരിക്കുക. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഗ്യാസ്ട്രിക് ജ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫുഡ് മിക്സ് ആവുന്നതും ഫുഡ് കൺവേർഷനൊക്കെ നടക്കും. അതേപോലെ നമ്മൾ സ്റ്റൊമക്ക് എടുത്തു കഴിഞ്ഞാലും മെയിൻലി 2 എൻസൈംസ് ഉണ്ട്. ഒന്ന് പെപ്സിനും ഒന്ന് റെനിനും ആണ്. ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ്, പ്രോട്ടീനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോട്ടീന് നമ്മൾ കഴിക്കുന്ന ഫുഡിലെ പ്രോട്ടീൻ അതേ കണക്ക് നമ്മുടെ ഫുഡിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് വേറെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ചെറിയ കോമ്പൗണ്ട്സ് ആക്കി മാറ്റും. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടെ ഒരു ആസിഡും കൂടെ സെക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റൊമക്കിൽ. ആസിഡാണ് HCl. നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഈ എൻസൈംസിനെ പറ്റിയും ഇതിൻ്റെ ആക്ഷനെ പറ്റിയും നമ്മൾ വ്യക്തമായിട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി ഈസോഫാഗസ് പറഞ്ഞപ്പം ഒരു കാര്യം എന്താണ്, ഈ ഫുഡ് ഇതിൽ കൂടെ മൂവ് ചെയ്യുന്നത് ഒരു വേവ് പോലെ ഒരു മസ്കുലർ കോൺട്രാക്ഷൻ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫുഡ് ഇതിൽ കൂടെ മൂവ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഇതിൽ ഈ ഈസോഫാഗസിൻ്റെ ഉള്ളിൽ മസ്കുലർ മൂവ്മെൻറ്റ് നടന്നിട്ടാണ് ഫുഡ് മൂവ് ചെയ്ത് സ്റ്റൊമക്കിലോട്ട് വരുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യവും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അടുത്തത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുമ്പം എന്താണ്, ഏറ്റവും ലോങ്ങസ്റ്റ് പാർട്ടാണെന്ന് പറയുന്നത് എന്ത്, സ്മോൾ അലിമെൻ്ററി കനാൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ലോങ്ങസ്റ്റ്. ഇത് നോക്കിയേ, ഇങ്ങനെ വളഞ്ഞ് ചുറ്റി കിടക്കുവാണ്. അപ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് ഏതാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 6 മീറ്റർ ആണ്. ഇനി ഏറ്റവും കൂടുതൽ ഡൈജഷനും അബ്സോർഷനൊക്കെ നടക്കുന്ന പാർട്ട് ഏതെന്ന് ചോദിച്ചാൽ അതും എന്താണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഇനി അടുത്തത് ഇതിൽ 3 പാർട്ടായിട്ടാണ് നമുക്ക് കാണപ്പെടാൻ പറ്റുന്നത്. ഏതാണ്, ഒന്നെന്ന് പറയുന്നത് നോക്കിയാൽ ഡിയോഡിനം. ഇത് ഡിയോഡിനം ആണ്. ഈ ഡിയോഡിനം ഒരു C ഷേപ്പിലാണുള്ളത്. J ഷേപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ആരാണ്, സ്റ്റൊമക്ക്. ഇനി C ഷേപ്പിൽ കാണപ്പെടുന്ന ഒരാളാണ് ഡിയോഡിനം എന്ന് പറയുന്നത്. C ഷേപ്പിൽ കാണപ്പെടാം. അതേപോലെ ഈ ബാക്കിയുള്ള പാർട്ടിനെ വെച്ച് കുറച്ചുകൂടി വീതിയുണ്ട് ആർക്ക്, ഡിയോഡിനം എന്ന് പറയുന്നത്. ഇനി ജിജിനം എടുത്തു കഴിഞ്ഞാലോ, ജിജിനം ഈ ഒരു പോർഷനാണ് ജിജിനം എന്ന് പറയുന്നത്. ജിജിനം
കഴിഞ്ഞിട്ട് ആരാണ് ലാസ്റ്റ് പോർഷനാണ് ഇലിയം വരുന്നത്. ഇനി ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എടുത്തു കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ഏറ്റവും നീളം കൂടിയ ഭാഗം എന്ന് പറയുന്നത് ഇലിയമാണ്. എത്രയാണ്? 3.5 മീറ്ററാണ് വരുന്നത് എന്ത് ഇലിയം എന്ന് പറയുന്നത്. ജിജിനം എത്രയാണ്? 2.5 മീറ്ററാണ് ജിജിനം വരുന്നത്. അതുപോലെ ഡിയോഡിനം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ലെങ്താണ് എന്തെന്ന് പറയുന്നത് ഡിയോഡിനം വരുന്നത്. അത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ലോങ്ങസ്റ്റ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇലിയമാണ് വരുന്നത്. അതുപോലെ ഇലിയം വന്നിട്ട് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ ഫസ്റ്റ് പോർഷൻ ആയിട്ടുള്ള കോളത്തിൽ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇലിയം ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് നമ്മളിനി നോക്കാൻ പോകുന്നത് എന്തുവാണ്? ലാർജ് ഇൻറ്റെസ്റ്റൈൻ ആണ്. ലാർജ് ഇൻറ്റെസ്റ്റൈൻ നോക്കിയേ, ഏറ്റവും ലെങ്ത് കൂടുതലുള്ളത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. പക്ഷേ ഡയമീറ്റർ വെച്ചിട്ട് എന്ന് വെച്ചാൽ ഒരു വീതി വെച്ചിട്ട് ആരാണ് വലുതെന്ന് പറയുന്നത്? ലാർജ് ഇൻറ്റെസ്റ്റൈൻ ആണ്. പക്ഷേ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ളത് ആരാണ്? സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. ഇനി ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 1.5 മീറ്ററാണ് എന്തെന്ന് പറയുന്നത് ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ലാർജ് ഇൻറ്റെസ്റ്റൈൻ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 പാർട്ടുകളാണുള്ളത്. ഏതൊക്കെയാണ്? സീക്കം, കോളൻ, റെക്റ്റം. ഈ 3 പാർട്ടാണ് എന്തുള്ളത്? ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഉള്ളത്. ഇനി ഈ റെക്റ്റം വന്നിട്ടാണ് എവിടെ ഓപ്പൺ ആവുന്നത്? ANSൽ ഓപ്പൺ ആവുന്നത്. ഇനി സീക്കം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സ്മോൾ ഇൻറ്റെസ്റ്റൈനെയും ലാർജ് ഇൻറ്റെസ്റ്റൈനെയും കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ പൗച്ച് പോലെ ഇരിക്കുന്ന പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? സീക്കം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കിയാൽ അറിയാൻ പറ്റും. നോക്കിയേ, ഇതിലൊരു ചെറിയ സ്മോൾ ഒരു എക്സ്റ്റൻഷൻ പോലെ ഒരു പാർട്ടുണ്ട് സീക്കത്തിൽ നിന്നും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും എക്സ്റ്റെൻഡ് ആവുന്ന ഒരു ചെറിയ പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയേ, കോളനാണ്. സീക്കം കഴിഞ്ഞ അടുത്ത പാർട്ട് ഏതാണ്? കോളനാണ്. കോളൻ നോക്കിയേ, കോളന് 3 പാർട്ടായിട്ടാണുള്ളത്. ഒന്ന് അസെൻഡിങ് കോളൻ, മുകളിലോട്ട് പോകുന്നു. പിന്നെ ഹൊറിസോണ്ടലായിട്ട് പോകുന്ന ഇതിന് എന്താണ്? ട്രാൻസ്വേഴ്സ് കോളനാണ്. ഇനി താഴോട്ട് പോകുന്നത് ഡിസെൻഡിങ് കോളൻ. ഇതേ കണക്ക് കോളന് 3 പാർട്ടാണുള്ളത്. അസെൻഡിങ്, ട്രാൻസ്വേഴ്സ്, ഡിസെൻഡിങ് പാർട്ടുകളാണുള്ളത്. ഇനി ലാസ്റ്റ് പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? റെക്റ്റം എന്ന് പറയുന്നത്. ഈ റെക്റ്റം വന്നിട്ട് എവിടെ ഓപ്പൺ ആവും? ANSൽ ഓപ്പൺ ആവും, വേസ്റ്റ് റിമൂവ് ആവും. അപ്പം ഇത്രയും പാർട്സാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് ആദ്യം നമ്മൾ പറഞ്ഞ ബക്കൽ ക്യാവിറ്റി, പിന്നെ കോമൺ പാസേജ് ആയിട്ടുള്ള ഫാരിൻസ്. ഫാൻസിൽ നിന്നും ഈസോഫാഗസിലോട്ട് ഫുഡ് പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഇനി ഇത് വന്നിട്ട് എവിടെയാണ് ഓപ്പൺ ആവുന്നത്? സ്റ്റൊമക്കിലാണ്. J ഷേപ്പിലുള്ള ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്റ്റൊമക്കാണ്. സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് എങ്ങോട്ട് പോവും? നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലോട്ട് പോവും. സ്മോൾ ഇൻറ്റെസ്റ്റൈനിലെ തുടക്ക ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഡിയോഡിനം. അതെന്ത് ഷേപ്പാണ്? C ഷേപ്പാണുള്ളത്. അതുപോലെ പിന്നെ ഏതാണ്? ജിജിനം, ഇലിയോ ആണ് വരുന്നത്. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നീളം കൂടിയ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഇലിയോ ആണ്. ഇനി അത് കഴിഞ്ഞാൽ നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈനിലോട്ട് പോവും. ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ 3 പാർട്ടുണ്ട്. തുടക്കം ഒരു പൗച്ച് പോലെ ഇരിക്കുന്ന സീക്കം, പിന്നെ കോളൻ, റെക്റ്റം. റെക്റ്റം വന്നിട്ട് ഓപ്പൺ ആവുന്നത് ANSലോട്ടാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഡൈജസ്റ്റീവ് പാർട്ടായിട്ട് പറയാനുള്ളത്. ഇനി ഗ്ലാൻഡും ഗ്ലാൻഡിൻ്റെ സെക്രീഷൻസ് ആയിട്ടുള്ള എൻസൈംസ്, ജ്യൂസുകൾ, കൺവേർഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം നിങ്ങൾ ഇത്രയും പഠിപ്പിച്ചത് എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു.